സുഹൃത്തുക്കളെ, എഡ്യൂക്കേറ്റ് ഇന്ത്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ സന്തോഷിപ്പിക്കാൻ 10 വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, അവരുടെ മുമ്പിൽ മാതാപിതാക്കന്മാർ നല്ല മാതൃക നൽകണം. രണ്ടാമത്തെ കാര്യം, ശിക്ഷണത്തിൽ പ്രത്യേകിച്ച് സുഹൃത്ത് ജീവിതം ഉള്ളവരായി മക്കളെ വളർത്തുക. മദ്യം, മയക്കുമരുന്ന്, പുകവലി മുതലായ ശീലങ്ങൾ അവരിൽ നിന്നും അകറ്റി നിർത്തുക. മാതാപിതാക്കന്മാർ അവ ഉപയോഗിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, ശകാരിക്കുക, അടിക്കുക ഇവ കുറച്ച് ആവശ്യമുള്ള കാര്യമാണ്. മക്കളെ ശകാരിക്കാതെയും അതുപോലെ ചെറിയ ശിക്ഷകൾ നൽകാതെയും വളർത്തിയാൽ അവർ താന്തോന്നികളായിട്ട് മാറും. അതിനേക്കാൾ അവർ ചെയ്യുന്ന അനുസരണമില്ലായ്മ, വികൃതികൾ കൊണ്ട് സംഭവിക്കാവുന്ന അപകടങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവ അവരെ മനസ്സിലാക്കി കൊടുത്താൽ അവർ അത്തരം അപകടങ്ങളിലും പ്രശ്നങ്ങളിലും വീഴാതിരിക്കും. മൂന്നാമത്തെ കാര്യം, മിക്കവാറും സമയങ്ങളിൽ ഭാര്യയും ഭർത്താവും മക്കളും സഹിതം ഭക്ഷണം കഴിക്കുക. അപ്പോൾ കുടുംബത്തിൽ ഒരു ഐക്യം ഉണ്ടായിത്തീരും. നാലാമത്തെ കാര്യം, മക്കൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക. മക്കൾ വലുതാകുമ്പോൾ മക്കൾ ഓരോരുത്തരും പരസ്പരവും വ്യത്യസ്ത ദിവസങ്ങളിൽ മാതാപിതാക്കൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും ആവശ്യപ്പെടുക. അഞ്ചാമത്തെ കാര്യം, കുട്ടികളോടൊത്ത് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് കളിക്കുന്നത് വളരെ നല്ലതാണ്. പരോപകാര പ്രവർത്തനങ്ങൾ ചെയ്ത് മാതാപിതാക്കൾ മക്കൾക്ക് മാതൃക നൽകുകയും അവരെ പരോപകാര പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുക. ആറാമത്തെ കാര്യം, കുട്ടികളോടൊത്ത് വിനോദയാത്രകൾ പോകുന്നത് അവർ വളരെ ഇഷ്ടപ്പെടും. ദൂരസ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാൾ സ്വന്തം ജില്ലയിൽ, സ്വന്തം സംസ്ഥാനത്തിനുള്ളിൽ തന്നെ പോകാൻ പരിശ്രമിക്കുക. ഏഴാമത്തെ കാര്യം, പഠന സമയത്ത് അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന നിലവാരത്തിൽ പറഞ്ഞു കൊടുക്കുക. എട്ടാമത്തെ കാര്യം, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ ട്യൂഷൻ കൊടുക്കുന്നത് അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് കാരണമായി തീരും. ഒമ്പതാമത്തെ കാര്യം, കുട്ടികളുടെ ശുചിത്വം, ആരോഗ്യം എന്നിവ മാതാപിതാക്കന്മാർ എപ്പോഴും ശ്രദ്ധിക്കണം. കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അവരെ ബോധ്യപ്പെടുത്തുക. മാതാപിതാക്കൾ കുട്ടികളെ കാർഷിക ജോലികളിൽ പരിശീലനം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പത്താമത്തെ കാര്യം, വിശേഷ അവസരങ്ങളിൽ വസ്ത്രം, ചെരുപ്പ് മുതലായവ വാങ്ങിക്കൊടുക്കുക. അവരുടെ പിറന്നാൾ മിതമായി മാതാപിതാക്കളുമായി ആഘോഷിക്കുക. പഠനം, കലകൾ, സ്കൂൾ തലത്തിൽ മികവ് പുലർത്തുമ്പോൾ മക്കളെ സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹനം കൊടുക്കുക. ഞായറാഴ്ചകളിൽ പള്ളിയിലേക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വിടുന്നതും വേദോപദേശത്തിൽ പങ്കെടുപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മക്കളെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. വാച്ച്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.